ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തി തയ്യാറാക്കാം. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലോട്ട് 2 വലിയ സവാള സ്ലൈസ് ചെയ്തതും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കണം. കുറേ സമയം വഴറ്റേണ്ട ആവശ്യമില്ല, സവാള ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർക്കാം. തക്കാളിയും കൂടി ഒന്ന് വെന്ത് സോഫ്റ്റ് ആവണം, അതുവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയും വഴറ്റിയെടുത്തു. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. കുരുമുളക് പൊടി ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിതെല്ലാം വഴറ്റിയെടുത്തു. ഇനി ഇതിലോട്ട് 3 മുട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ മുട്ടയും കൂടി ചേർത്തതിന് ശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ കുറേ സമയമായിട്ട് മിക്സ് ചെയ്യരുത്, കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിലിടാം. അതിന് ശേഷം ഇത് വറുത്തെടുക്കണം, നല്ല ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മളിത് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഇതിനി ഒന്ന് തണുക്കട്ടെ. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഒരു മാവ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നല്ലതുപോലെ ഉടച്ചെടുത്തതാണ്. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പൊടി ചേർക്കാം. 1 കപ്പ് ഗോതമ്പൊടിക്ക് 2 ഉരുളക്കിഴങ്ങ് എന്ന കണക്കിൽ എടുക്കാം. ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. ഇത് ഇത്രയും കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യാനുസരണം വെള്ളം കൂടി ചേർത്ത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് വെള്ളം ചേർക്കരുത്, കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം കുഴയ്ക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടും. ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് പരത്തിയെടുക്കുക. നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 വലിയ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ആക്കിയതിന് ശേഷം ജസ്റ്റ് നമ്മൾ മടക്കി കൊടുക്കുക. മടക്കിയതിന് ശേഷം പതുക്കെ കൈവച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് വെള്ളമൊന്നും തൊടേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇത് ഒട്ടിപ്പിടിച്ചോളും. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ ആക്കിയെടുക്കാനായിട്ട്. ഓരോന്നും ഇതേ രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. അതിന് ശേഷം ഈ ഓയിൽ പത്തിയും വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആക്കിയാൽ മതി, എന്നാലേ ശരിക്കും ഇത് വെന്ത് കിട്ടുള്ളൂ. അകത്തുള്ള ഫില്ലിങ് നേരത്തെ വെന്തതാണ്, ഈ പുറം ഭാഗം മാത്രം ഒന്ന് കുക്കായി കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഒരു സൈഡ് ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം പതുക്കെ ഇതുപോലെ ഒന്ന് ആ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 സൈഡും മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തിയാണ്. നമുക്ക് ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.